എടി ഞാനന്ന് ബോധം കെട്ട് വീണതും പ്രിയക്ക് തോന്നിയതും നമ്മൾ രണ്ടാളും കണ്ടെന്ന് പറഞ്ഞതും ഒന്നും നിന്നോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ലാന്നേ ഉള്ളൂ. അമ്മേ പ്രിയ എന്നിട്ടാണ് പുല്ല് ആ സാധനം നീ എന്നെ ഏൽപ്പിച്ചത്. നിനക്ക് ഈ പ്രയത്തിലും ഭൂതത്തിലും വിശ്വാസമില്ലാന്നല്ലേ പറഞ്ഞത്? അറിയണ്ടായിരുന്നു. അല്ല ഇതിനെന്തൊരു ആട്ടം? അത് കാറ്റിന്റെ ആയിരിക്കും. വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് മാറിയേക്കാം. എടി എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇനിയും ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ആരോ എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന്. അതെന്നോട് ഇന്നലെ ഒരു കാര്യം പറഞ്ഞു. അത് പറയാൻ ഞാൻ ഇന്നലെ രാത്രി നിന്നെ വിളിച്ചേ. നീയായിട്ട് തന്നെ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. എന്നിട്ട് അതേ നീ തന്നെ എന്നെ വേറൊരാൾക്ക് ഏൽപ്പിച്ചു. പക്ഷെ എൻ്റെ ലക്ഷ്യം നേടാനുള്ള ആൾ അവിടെ ഞാൻ കണ്ടു. അതുകൊണ്ട് ഇനി ഒരിക്കലും നിന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. എന്റെ അമ്മേ, നിങ്ങൾക്കൊക്കെ ഇത്ര ധൈര്യവും? കാര്യം തോന്നലായിക്കോട്ടെ എന്തായിക്കോട്ടെ, അത് കേട്ടിരിക്കാനായിട്ടൊരു ധൈര്യം വേണമല്ലോ. ഞാനേ ഉച്ചകഴിഞ്ഞ് ക്ലാസ്സിലേക്കില്ല, വേഗം വീട്ടിൽ പോട്ടെ. അന്നാ ഞാൻ ഹോസ്റ്റലിലേക്ക് പോന്നാ. ആ വേഗം ചെല്ലി, ഇപ്പൊ ഇവിടെ കമ്പനിക്കാരുണ്ടല്ലോ മിണ്ടിയും പറഞ്ഞിരിക്കാൻ. പിന്നെ നാളെ ഞാൻ നിന്റെ മുടി കൊണ്ട് തരും. അത് നീ കത്തിക്കേ ഉപയോഗിക്കേ എന്ത് വേണേ ചെയ്തോ. ഇന്നെന്താ ക്ലാസ് നേരത്തെ കഴിഞ്ഞാ? പിന്നെ എന്റെ വയറിനൊരു സുഖം ഉണ്ടായില്ല, അപ്പൊ ഉച്ചകഴിഞ്ഞപ്പോ ലീവ് എടുത്ത്. ഇത് വലിയ കഷ്ടായില്ല. കോളേജിന്റെ അടുത്ത് വീടുള്ളത് കൊണ്ട് തോന്നുമ്പോ ഇപ്പൊ വരാല്ലോ നിങ്ങക്ക്. അതിനിപ്പോ എന്തിനാ വീട്? ഇപ്പൊ ഹോസ്റ്റലിൽ ഞാൻ നിന്നെങ്കിൽ തോന്നുമ്പോ എനിക്ക് ഹോസ്റ്റലിൽ ഇറങ്ങാൻ കയറുകയൊക്കെ ചെയ്യാം. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരു പാരന്റ് പോലും അവിടെ ഉണ്ടാവില്ല. തറുതല. ഞാൻ ഈ കസേര വിളിച്ചിട്ട് ഇരിക്കുമ്പോ മുടി കൂടി ഉണ്ടായിരുന്ന. ഞാൻ ചോദിക്കണോന്ന് ഓർത്തിരിക്കണായിരുന്നു. നീ എന്തെന്ന് അവക്കൊണ്ടേ കൊടുക്കാഞ്ഞേ? അതമ്മ ഞാനിന്നത് എടുക്കാൻ മറന്നുപോയി. ഞാൻ പറഞ്ഞില്ലേ ആരോ എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന്. അതെന്നോട് ഇന്നലെ ഒരു കാര്യം പറഞ്ഞു.